കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവ് MDMA വിഴുങ്ങിയെന്ന സംശയത്തിൽ കൂടുതൽ വിദഗ്ധ പരിശോധന. ആദ്യഘട്ട പരിശോധനയിൽ വയറ്റിൽ MDMA എന്ന് സംശയിക്കുന്ന വസ്തു കണ്ടെങ്കിലും ഇത് MDMA ആണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വിദഗ്ധ പരിശോധന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തുന്നത്. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത്. അഭിജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇനി നടക്കാൻ പോകുന്ന പരിശോധനയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്? ക്രിസ്റ്റീന, വിദഗ്ധമായ പരിശോധന ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും. വിഴുങ്ങിയത് എന്താണ് എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട്. പ്രാഥമികമായ ഒരു കണ്ടെത്തൽ എന്നുള്ളത് തരി പോലെയുള്ള ചില വസ്തുക്കൾ അത് ഇയാളുടെ ശരീരത്തിനകത്തേക്ക്, ഫായിസിൻ്റെ ശരീരത്തിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് MDMA ആണെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അടിയന്തരമായി അത് കണ്ടെത്താനുള്ള പരിശോധനയാണ് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുക. കഴിഞ്ഞ ദിവസമാണ് ഈ പോലീസ് എത്തിയപ്പോൾ ഈ ഫായിസ്, അരയത്തുംചാൽ സ്വദേശിയാണ്, താമരശ്ശേരി അരയത്തുംചാൽ സ്വദേശിയാണ് ഫായിസ്. അയാൾ തൻ്റെ കൈവശമുണ്ടായിരുന്ന പൊതി വിഴുങ്ങുന്നത്. നാട്ടുകാരാണ് ഇയാളെക്കുറിച്ച് പോലീസിനെ വിളിച്ചറിയിക്കുന്നത്. കാരണം വീട്ടിൽ ഇയാൾ വലിയ ഉപദ്രവകാരിയായിരുന്നു. അമ്മയെയും ഭാര്യയെയും മക്കളെയും ഒക്കെ കൊല്ലുമെന്ന് ഇയാൾ ഭീഷണി മുഴക്കിയപ്പോഴാണ് നാട്ടുകാർ പോലീസിനെ വിളിക്കുന്നത്. അങ്ങനെ പോലീസ് അവിടേക്ക് എത്തുന്നു. പോലീസിനെ കണ്ടയുടൻ ഫായിസ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പൊതി വിഴുങ്ങുകയാണ്. ഈ പൊതിയിൽ എന്താണ് എന്നുള്ളതാണ് പോലീസിന് സംശയത്തിനിടയാക്കിയത്. കാരണം ഇയാൾ നേരത്തെ ഈ MDMA വിഴുങ്ങി മരിച്ച ഷാനിദിൻ്റെ ഫ്രണ്ടാണ്, ഷാനിദിൻ്റെ സുഹൃത്താണ്. അപ്പോൾ ഈ പോലീസിനെയൊക്കെ കാണുമ്പോൾ ഇവർ സ്ഥിരം ഇത്തരം സാധനങ്ങളൊക്കെ വിഴുങ്ങാറുണ്ട്. അല്ലെങ്കിൽ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകുമെന്ന് ഭയന്നാണ് ഇവർ ഈ MDMA ഒക്കെ അടങ്ങിയ കവറുകൾ അതുപോലെ തന്നെ വിഴുങ്ങുന്നത്. ഏതായാലും പോലീസിന് അക്കാര്യത്തിലൊരു സംശയമുണ്ട്. നിലവിലിപ്പോൾ ഇന്ന് ഈ പരിശോധനയൊക്കെ പൂർത്തിയാകുമ്പോൾ മാത്രമേ എന്താണ് ശരീരത്തിനകത്തേക്ക് കയറിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. MDMA ആണെന്ന് സ്ഥിരീകരിച്ചാൽ സർജറി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവും. ക്രിസ്റ്റീന. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.